എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പപ്പായത്തോരൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പപ്പായത്തോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മീഡിയം സൈസിലുള്ളൊരു പപ്പായയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിത് അരിഞ്ഞെടുക്കുമ്പം ഇതുപോലെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്ന ഈ ഒരു രീതിയിൽ നമ്മൾ അരിഞ്ഞെടുക്കുമ്പോഴാണ്. പിന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ വളരെ ചെറുതായിട്ട് അരിയുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഇതല്ലാതെ നമുക്ക് വേണമെങ്കിൽ ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കാം, അതും അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ചിരവയിൽ വെച്ചിട്ട് വേണമെങ്കിൽ ചിരകി എടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരി ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന മട്ടയരിയോ അല്ലെങ്കിൽ വെള്ളയരിയോ ഏതായാലും കുഴപ്പമില്ല. ഇനി ഈ അരി നന്നായിട്ടൊന്ന് പൊട്ടി വന്നോട്ടെ. ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകും പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ കടുകൊക്കെ ദേഹത്തേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 വറ്റൽമുളകും അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പപ്പായ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിതിലിനി വെള്ളമൊന്നും ചേർക്കുന്നില്ല, കാരണം പപ്പായയിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം തന്നെ ഇറങ്ങി വന്നിട്ട് അത് വെന്ത് വന്നോളൂ. ഇനി നമുക്ക് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് മൂടി തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഈ സമയം നമുക്കിതിലേക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു 1.25 കപ്പ് തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ അളവ് നമ്മളെടുക്കുന്ന പപ്പായയുടെ വലിപ്പത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തി ചെയ്യുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. അപ്പോൾ ജീരകം നിർബന്ധമില്ല, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ ഒരു 4 ചെറിയ ഉള്ളി 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ചട്ടിയുടെ മൂടിയൊന്ന് തുറക്കാം. അപ്പോൾ ഞാനിതിൻ്റെ ഇടയ്ക്ക് 1-2 തവണ മൂടി തുറന്നിട്ട് പപ്പായ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ നടുവശം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള തേങ്ങ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ പപ്പായ ഒരു പകുതി വെന്ത് വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് ബാക്കി പപ്പായ ഫുള്ളായിട്ട് വെന്തും കിട്ടണം, അതുപോലെ ഈ അരപ്പും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒന്ന് പൊത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പപ്പായ അതുപോലെ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അവസാനം ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതൊന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായത്തോരൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.